ഇത് തീർച്ചയായിട്ടും ഗൂഢാലോചനയുണ്ട്. തീർച്ചയായിട്ടും ഗൂഢാലോചന. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ, മുൻകാലങ്ങളിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തൊരു വലിയ വിഭാഗം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തത്. എടുത്ത് തോട്ടിക്കളയാൻ കൃഷ്ണദാസേട്ടൻ തന്നെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും എന്ന് പറഞ്ഞില്ല, മന്ത്രിയുടെ അളിയൻ, BJPയുടെ ഉന്നതനായ നേതാവ്, ഈ ഒരു 3, 4, 5 പേരുടെ ഒരു കൂട്ടായ്മ. അതാണ് പിന്നീട് PK ഫിറോസ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇവരുടെ ഒരു കൂട്ടായ്മയിലൂടെ വിരിഞ്ഞ ആശയം, ആവിഷ്കാരം, സംവിധാനം എല്ലാം ഇവർ തന്നെയായിരുന്നു. ആ ഗൂഢാലോചന ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതികൾ പുറത്തു വരും. അതല്ലെങ്കിൽ തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ആരൊക്കെയായിരുന്നു അതിന് പിന്നിലെന്ന്. ഇപ്പോൾ തന്നെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. രാഹുൽ, അന്ന് വലിയൊരു പ്രചാരണ വിഷയമായിരുന്നു LDF അതോടൊപ്പം തന്നെ BJP ഉയർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് മറുപടി പറഞ്ഞ് നിങ്ങൾക്ക് മടുത്തു. ഈ പ്രചാരണ സമയത്ത് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വന്നിരുന്നു. ഇത് അല്ല, അതിപ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇപ്പോൾ പ്രസാദ് എന്നോട് ചോദിക്കുന്ന ചോദ്യമായിട്ട് അത് മാറാൻ പാടില്ല. കാരണം ഇതൊരു നമുക്ക് ഇപ്പം ഓരോ കാര്യങ്ങളും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം മാധ്യമപ്രവർത്തകരാണെങ്കിൽ നിങ്ങൾക്കും ചില എക്സ്പീരിയൻസുകൾ ആവശ്യമാണ്. ഞാൻ പ്രസാദം ചെയ്തു എന്നല്ല പറയുന്നത്, നിങ്ങൾ എന്നോടൊപ്പം ആ സമയത്തേ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കണം. ചില ആളുകൾ ട്രാപ്പിൽ വീണുപോയതാണ്. ചില മാധ്യമ സ്ഥാപനങ്ങൾ ട്രാപ്പിൽ വീണുപോയത്. കാരണം ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, ഇത് എയർ ചെയ്യപ്പെടുന്നു. ചില ആളുകൾ ഇത് വളരെ സെൻസേഷണലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിവർത്തിയില്ല, ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ബോധ്യമുള്ള ആളുകളുണ്ടായിരുന്നു. എന്നോട് ആ സമയത്ത് ഇതിനകത്തൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരുണ്ട്. ഇതല്ല, ഈ ട്രാപ്പ് ഒരുക്കിയവരുണ്ട്. ഈ 2 കൂട്ടരും നമ്മൾ മാധ്യമപ്രവർത്തനമാണ് നടത്തുന്നതെന്നുള്ളൊരു ബോധ്യം. ട്രാപ്പിൽ വീണവരെ പറ്റി ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അവർ ബോധപൂർവ്വമല്ല ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ മാൻഡേറ്റ് അട്ടിമറിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇതാണല്ലോ പാലക്കാട്ടെ ജനങ്ങളുടെ മാൻഡേറ്റ്, ഇതായിരുന്നു, ജനഹിത ഇതായിരുന്നു. ഇത് ആ വാർത്താ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് പാലക്കാട്ടെ ജനങ്ങൾ ആ സമ്മർദ്ദത്തിൽ വീണിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അത് മറ്റൊരാൾക്കും ഇതോടുകൂടിയിട്ട് ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടാകണം. അത് നിങ്ങൾ കൂടി അതിനകത്തൊരു ജാഗ്രത. ചില കാര്യങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളാൻ മാധ്യമ സുഹൃത്തുക്കൾ ഒരു നിലപാടെടുക്കണം. ചില കാര്യങ്ങളെ ഇതിനകത്ത് തന്നെ ചില പുഴുക്കുത്തുകൾ വന്നു കഴിഞ്ഞാൽ അതിനെയും പുച്ഛിച്ച് തള്ളാനും പ്രതിരോധിക്കാനും കൂട്ടായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ മതി. ആ കൂട്ടായ തീരുമാനം ഉണ്ടെങ്കിൽ ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുമെന്ന് ഇപ്പോൾ തന്നെ ബോധ്യമായിട്ടുണ്ടല്ലോ. ഇനി 2 എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, അന്ന് ഈ ആവേശത്തോടു കൂടി, ഞാൻ നിങ്ങളുടെ ജോലിയെ ഡിക്റ്റേറ്റ് ചെയ്യല്ല കേട്ടോ, അന്ന് നിങ്ങളോട് ആവേശത്തോടു കൂടി പ്രതികരിച്ച ചില ആളുകളുണ്ടല്ലോ, എല്ലാ പാർട്ടിയുടെ ആളുകൾ, BJPയുടെയും CPMൻ്റെ ആളുകൾ, ആ ആളുകളോട് നിങ്ങൾ ഇനിയും പോയി പ്രതികരണം ചോദിക്കണം. എന്നിട്ട് അവർക്ക് ആ ആവേശം നിലനിൽക്കുന്നില്ല എന്ന് കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം ഈ തിരുത്തൽ വാർത്തയ്ക്കും വന്ന വാർത്തയ്ക്ക് കൊടുത്ത പ്രാധാന്യം ആനുപാതികമായി ഓരോ ചാനലും കൊടുത്തിരുന്നൊരു സ്പേസ് ഉണ്ടല്ലോ, അതിനാനുപാതികമായി ഈ തിരുത്തൽ വാർത്തയ്ക്കും കൊടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനും, ഒരിക്കൽ കൂടി പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ മാധ്യമങ്ങൾ പറഞ്ഞല്ലോ, ആരോടെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതായത് ആരാണ് എന്നുള്ളത് വ്യക്തം. ഏഷ്യാനെറ്റിനോട് പരാതിയില്ല. ഏഷ്യാനെറ്റിൻ്റെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് ചോദിക്കുമ്പോൾ ഏഷ്യാനെറ്റിനോട് എനിക്ക് പരാതിയില്ല. ഞാൻ പറഞ്ഞത് ജനങ്ങൾക്കറിയാമല്ലോ, ജനങ്ങൾക്കറിയാം. എനിക്കങ്ങനെ വ്യക്തിപരമായി ഞാൻ അതിനെ എടുക്കുന്നില്ല. അതിനെ ഒരു വ്യക്തിപരമായ പ്രശ്നമായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഒരു പൊതുവിഷയമായിട്ട് ഞാൻ എടുക്കുകയാണ്. അത് നാളുകളിൽ ഇതിപ്പം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ആരൊക്കെ ആയിരുന്നു എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്ര മാധ്യമ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊരു പാഠമായി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളല്ല, ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അന്ന് നിങ്ങളിൽ തന്നെ ചിലർക്ക് എന്നോട് പരിഭവം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറയുമ്പം കുറച്ചുകൂടി പ്രാധാന്യമുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ചിലർ പ്രാധാന്യം എന്നോട് പരിഭവം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ജനങ്ങൾക്കിതൊന്നുമല്ല വേണ്ടതെന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബോധ്യമായല്ലോ. അവർക്ക് വേണ്ടുന്ന അവരുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്തരം ആളുകൾ അവർ തിരുത്തിയാൽ മതി, അവർക്കറിയാമോ. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ള പരാതികളിൽ പരിഹാരമുണ്ടാകാതെ വരുമ്പോൾ ശ്രീമതി ജബി മേത്തർ കൊടുത്ത പരാതി, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ കൊടുത്ത പരാതി, ശ്രീമതി ബിന്ദു കൃഷ്ണ കൊടുത്ത പരാതി, ഇത്തരം പരാതികൾക്ക് മുകളിൽ ആക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആശ്രയ കേന്ദ്രം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതികളാണ്. ആ കോടതികളിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന്. നമ്മളിത് വിടത്തില്ല, നമ്മൾ പെട്ടി അടയ്ക്കത്തില്ല. അന്നും ഞാൻ പറഞ്ഞു, ഈ 3-ാമത്തെ ദിവസം ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, 3-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു ഈ പെട്ടി ഞങ്ങൾ അടയ്ക്കില്ല. ജനങ്ങളും ആ പെട്ടി അടച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പെട്ടി തുറന്നു വയ്ക്കും. ഇതിനകത്തുനിന്ന് ഇതോട് കൂടിയിട്ട് അവസാനിക്കും. തൃക്കാക്കര, പുതുപ്പള്ളി, അതുപോലെ തന്നെ വടകര, അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഹീനമായ രാഷ്ട്രീയം പറ, മാന്യമായി അന്തസ്സായി രാഷ്ട്രീയം പറ,
അപ്പോൾ അതല്ലാതെയുള്ള ശ്രമങ്ങൾ പ്രതിരോധിക്കാൻ മാധ്യമങ്ങളുടെ കൂടി സഹായം അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു.